ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി ഡിഷ്. പെട്ടെന്ന് നമുക്ക് വൈകുന്നേരങ്ങളിൽ ഒരു മധുരം കഴിക്കണം തോന്നിയാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ ഒരു ഐറ്റം നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിൽ നമ്മൾ മധുരം കഴിക്കണം തോന്നിയ ഒരു ഐറ്റം വീട്ടിലില്ലെങ്കിൽ വെറും റവ, നമ്മൾ ഉപ്പുമാവ് റവയൊക്കെ അധികം വീട്ടിലുണ്ടാവുമല്ലോ, അതുണ്ടെങ്കിൽ നമുക്ക് സൂപ്പറായിട്ടൊരു മധുരമുള്ള ഐറ്റം ഉണ്ടാക്കാം. അതാണ് ഞാനിവിടെ കൊണ്ടുവന്നത്. അപ്പോൾ വൈകുന്നേരം എനിക്കൊന്ന് ഒരു മധുരം കഴിക്കണം തോന്നിയപ്പോൾ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. അതാണ് ഞാൻ വീഡിയോയിൽ ഒന്ന് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തത്. നല്ല സൂപ്പർ ഐറ്റം തന്നെയാണ്. അതിനായിട്ട് റവയാണ് ഇവിടെ എടുക്കേണ്ടത്. നമ്മൾ ഉപ്പുമാവിനൊക്കെ എടുക്കുന്ന സാധാരണ ചെറിയ റവയല്ല കേട്ടോ, അതിനകത്ത് കുറച്ച് വലിയ റവ ഉണ്ടല്ലോ, അതാണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ റവ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനൊരു കുക്കറും വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഏത് പാത്രത്തിലായിട്ടും വേവിച്ചെടുത്താലും മതി. കുക്കറിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കുക്കറിലേക്ക് ഒരു 1/4 കപ്പ് റവ ഇവിടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിന് എടുക്കുക കേട്ടോ റവ. അതിനനുസരിച്ച് നമ്മൾ 2 പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അത് വെന്ത് വരാനുള്ള 2 പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. ഈ റവ ആയത് കാരണം പെട്ടെന്ന് വെന്ത് കിട്ടും. വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് ടൈം എടുക്കും. നമുക്ക് പെട്ടെന്ന് പായസമോ അല്ലെങ്കിൽ കുറച്ച് നല്ല മധുരം കഴിക്കണം തോന്നിക്കഴിഞ്ഞാൽ റവ തന്നെ പെട്ടെന്ന് വേവുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഐറ്റം ഉണ്ടാക്കിയാൽ. ഇത് പിന്നെ പായസത്തിന് പോലെ നമ്മൾ ചൂടോട് കൂടിയിട്ടല്ല ഉപയോഗിക്കുന്നത്, നമ്മൾ തണുപ്പിച്ചിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. പായസം ചൂടോട് വേണമെങ്കിൽ ചൂടോട് ഉപയോഗിക്കാം, പക്ഷേ തണുപ്പിച്ച് ഉപയോഗിച്ചാൽ കേട്ടോ നല്ല ടേസ്റ്റാണിത്. അങ്ങനെ ഞാൻ കുറച്ച് നാളികേരപ്പാലൊക്കെ ഇതിലേക്ക് 2-2.5 ഗ്ലാസ്സോളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നാളികേരപ്പാലിൽ തന്നെ വേവിച്ചെടുക്കാൻ നോക്കുക, അപ്പോഴേ ഇതിന് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നന്നായി ഒന്ന് വെന്ത് വരട്ടെ. വേവുന്ന വരെ നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കരയാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ശർക്കരയൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ആ സമയത്ത് തന്നെ നമ്മൾ കൊണ്ടുവന്ന സമയത്ത് തന്നെ വേഗം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് ഉരുക്കി നന്നായി ഒന്ന് അരിച്ചിട്ട് നമ്മൾ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ ഇതുപോലെ പെട്ടെന്നൊക്കെ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. മറ്റ് നമ്മൾ ഇതേ സമയത്ത് തന്നെ ശർക്കരപ്പാനി വേറെ ഉണ്ടാക്കി അരിച്ച് ഒഴിക്കാനൊക്കെ ഒരുപാട് പ്രയാസവും സമയവും എടുക്കും. അപ്പോൾ ഞാൻ ഇതൊക്കെ ഇവിടെ എടുത്ത് വെച്ചുകൊണ്ട് കറക്റ്റായിട്ട് നമുക്ക് ഒഴിക്കാൻ പറ്റി. പിന്നെ അതുമല്ല, ഇതുകൊണ്ട് എന്താ വെച്ചാൽ വേറൊരു ഉപകാരം, നമുക്ക് മധുരം ആവശ്യത്തിന് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇത് അരിച്ച് വെച്ചതായതുകൊണ്ട് നമുക്ക് അതേപോലെ തന്നെ ഒഴിച്ചെടുക്കും ചെയ്യാം. അപ്പോൾ ഞാനിത് ആവശ്യത്തിന് മധുരം ഒഴിച്ചിട്ടുണ്ട്. നന്നായി മധുരം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ല മധുരം ഇവിടെ വേണം, നന്നായി മധുരം. പിന്നെ ഒരു നുള്ളു ഉപ്പും വേണം. ഉപ്പ് ഒഴിക്കണം. പിന്നെ ഒരു ഏലക്കയിൻ്റെ പൊടിയും കൂടി കുറച്ച് ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. പിന്നെ ഞാൻ അത് കഴിഞ്ഞ 1 കപ്പ് നല്ല കട്ടിയുള്ള നാളികേരപ്പാലാണ് ഇവിടെ എടുത്ത് വെച്ചത്, ആദ്യത്തെ പാല്. അതും കൂടി ഇവിടേക്ക് ഒഴിച്ച് കൊടുത്തപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട്. നമ്മൾ പായസം ഉണ്ടാക്കുന്ന അതേ ഇതിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയത്. പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് തണുത്തിട്ട് നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ പായസം കഴിക്കണം എന്ന് ആഗ്രഹമുള്ള ആ സമയത്ത് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഗോതമ്പ് തരി കൊണ്ട് ഇതുവരെ ഇങ്ങനെ പായസമൊന്നും ഉണ്ടാക്കാത്തവരും അല്ല ഇതുപോലെ തണുപ്പിച്ച് കഴിക്കാത്തവരൊക്കെ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു കണ്ടെയ്നറിലേക്ക് ആക്കി വെക്കാൻ പോവുകയാണ്. അപ്പോൾ കുറച്ച് കട്ടിയിലാണ് ഇതുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ലൂസാക്കി എടുക്കാം. ഞാൻ കുറച്ച് തണുപ്പിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കട്ടിയിൽ തന്നെയാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ ഞാൻ 2 പാത്രത്തിലേക്ക് ഞാനിവിടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഇതിലേക്ക് നെയ്യിൽ വറവിട്ടിട്ട് അതും കൂടി ഇടയ്ക്ക് ഒരു അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് കടിക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ പായസത്തിൽ വറവിടുന്ന പോലെ തന്നെ ഇതിലേക്ക് വറവിട്ടിട്ടുണ്ട്. ചൂടോട് കൂടിയായിട്ടുണ്ടെങ്കിൽ നമ്മൾ പായസം കഴിക്കുന്ന അതേ ടേസ്റ്റാണ്. തണുപ്പിച്ച് കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യണം. എൻ്റെ ചാനലിലെ എല്ലാ വീഡിയോസും നിങ്ങൾ കാണണം. അടുത്ത വീഡിയോയിൽ അടിപൊളിയൊരു വീഡിയോ ആയി വരും. അതുവരേക്കും ബൈ.